ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അജ്ഞാതയായ ശൂന്യംകാരത്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 8-ാം വാക്യം. ഒരു ദിവസം ഏലിശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. ശൂനേംകാരത്തിയായ സ്ത്രീയുടെ പേര് നമുക്കറിയില്ല. ശൂനേം എന്നത് ഒരു പട്ടണത്തിന്റെ പേരാണ്. ഏലിശ ശൂനേമിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ ഭക്ഷണം കഴിക്കാൻ അവനെ വിളിച്ചു. അവൾ മക്കളില്ലാത്തവളായിരുന്നു. അവളുടെ ഭർത്താവ് വൃദ്ധനായിരുന്നു. അവൾ ഭർത്താവുമായി ഐക്യത്തോടെ ജീവിച്ചു. അവളുടെ ഭർത്താവിന്റെ പേരും ഞങ്ങൾക്കറിയില്ല. കുടുംബം മുഴുവൻ അജ്ഞാതമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ ജീവിതം വിശുദ്ധമായും ദൈവികമായും നയിച്ചതായി നാം കാണുന്നു. അവർ ദൈവദാസന്മാരോട് വളരെ ആതിഥ്യമരുളുന്നവരായിരുന്നു. അജ്ഞാതയായ ശൂനേംകാരത്തി ഏലിശ പ്രവാചകനെ അവളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. അവൾ അവന് കഴിക്കാൻ ഭക്ഷണവും താമസിക്കാൻ ഒരു മുറിയും കൊടുത്തു. കൂടാതെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. കർത്താവായ യേശു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരാൾക്ക് ഒരു ശിഷ്യൻ എന്ന പേരിൽ 1 കപ്പ് വെള്ളം കൊടുക്കുന്നവൻ പ്രതിഫലം ഒരു തരത്തിലും നഷ്ടപ്പെടുകയില്ല. ഞാൻ തീർച്ചയായും നിങ്ങളോട് പറയുന്നു എന്ന്. ഇത് മത്തായി സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ശൂനേംകാരത്തിയുടെ സ്നേഹനിർഭരമായ ആതിഥ്യം ഏലിശയെ സ്പർശിച്ചു. അവൻ ഗേഹിസയോട് പറഞ്ഞു, നീ അവളോട് പറയുക, നോക്കൂ, ഇത്രയും കരുതലോടെ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സൈന്യാധിപനോടോ ഞാൻ നിന്റെ പേരിൽ സംസാരിക്കണമെന്നുണ്ടോ? അവൾ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു എന്ന്. ഇത് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. തനിക്ക് മക്കളില്ല എന്ന് ഏലിശ അറിഞ്ഞപ്പോൾ, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു മകനെ ആലിംഗനം ചെയ്യും എന്ന് ഏലിശ പറഞ്ഞതുപോലെ ആ സ്ത്രീ ഗർഭം ധരിച്ചു. നിശ്ചിത സമയമായപ്പോൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവിന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ആതിഥ്യം അരുളുമ്പോൾ ആ ആതിഥ്യം ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ നിർത്തരുത്. എന്നാൽ നിങ്ങൾ അവരുടെ ആവശ്യം കണ്ടെത്താനും കർത്താവിന്റെ സന്നിധിയിൽ ഒരു യാചന നടത്താനും ശ്രമിക്കണം. ശൂനേംകാരത്തിയുടെ പേര് അജ്ഞാതമായിരുന്നെങ്കിലും അവൾ കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും തിരുവെഴുത്തുകളിൽ മായാത്ത പരാമർശവും കണ്ടെത്തി. ശൂനേംകാരത്തിയുടെ മകൻ മരിച്ചപ്പോൾ ഏലിശ മുറിയിൽ കയറി വാതിലടച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു. അവൻ ജീവൻ പ്രാപിച്ചു. മുറിയുടെ വാതിലടച്ചതിന്റെ രഹസ്യം എന്താണ്? വാതിലടയുമ്പോൾ ലോകവുമായുള്ള ആശയവിനിമയം വിച്ഛേദിക്കപ്പെടും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ലൗകിക ചിന്തകളിൽ നിന്നും ആശങ്കകളിൽ നിന്നും മോചിതനാകും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 28-29 അധ്യായങ്ങൾ, വൈകുന്നേരം ഫിലിപ്പിയർ 3-ാം അധ്യായം. ആമേൻ.